ഒരു ഘട്ടത്തിൽ ഈ സിനിമ പൂർത്തിയായി സെൻസർ കഴിഞ്ഞ് വന്നിട്ട് പോലും ഈ സിനിമ റിലീസ് പോലും ചെയ്യേണ്ടതെന്ന് കരുതി ഞാനിത് വിട്ടുകളഞ്ഞാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരെ വിട്ടുകളഞ്ഞതാണ്. പിന്നീട് അതിൻ്റെ ഒരു താല്പര്യത്തോടുകൂടി എല്ലാവരും കൂടെ വന്നു. ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റിൽ തീരുമാനിച്ചതാണ്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ വന്ന് സംസാരിച്ചു. വീണ്ടും ഞാൻ ആ ഒരു പോസിറ്റീവ് ആ സ്പിരിറ്റിൽ വീണ്ടും വന്ന് ഏതൊക്കെ രീതിയിൽ നോക്കിയാലും ഈ സിനിമയെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്തൊരു ആർട്ടിസ്റ്റാണ് അനശ്വര. കാരണം അപ്പോൾ സംവിധായകൻ എതിര് പറഞ്ഞ പോലെയല്ല, എൻ്റെ സ്റ്റാൻഡ് ഞാൻ ക്ലിയർ ചെയ്തതാണ്, എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് അത് കഴിഞ്ഞ് ഈ ഘട്ടത്തിലോട്ട് വന്നപ്പോൾ എനിക്ക് അതിൽ വളരെ ഇപ്പം ദീപു അത് വളരെ ഒരു ഹ്യൂമാനിറ്റി ലെവലിലൊക്കെ സംസാരിച്ചെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അത് എനിക്കിത് നേരത്തെ ഫീൽ ചെയ്തു. ഇങ്ങനെ ഉണ്ടാവും, അവർ ഇതിന് വരത്തില്ല, അവരെ കാണാനൊന്നും അവർ സംസാരിക്കാൻ പോലും അവരെ കിട്ടിയിട്ടില്ല ഞാൻ വിളിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അവരെ വന്ന് നേരിട്ട് സംസാരിക്കും, എന്താണ് അവരെ സ്റ്റാൻഡെന്ന് അറിയാം, നേരിട്ട് സംസാരിക്കാൻ വിളിച്ചിട്ട് ആദ്യം വിളിച്ച് 2ാമത്തെ ദിവസമൊക്കെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പം വിവാദമായാലും എന്തായാലും ഇത് പ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്ലാൻഡ് ആയിട്ടാണ് എനിക്ക് നേരത്തെ തോന്നി. ഈ സിനിമയുടെ പ്രൊമോഷൻസിനെ ബാധിക്കണം, ഈ സിനിമ ഇറങ്ങരുത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇറങ്ങുന്ന ഘട്ടം വന്നത്.